BJP BDJS ബന്ധം എത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സർവേയുടെ ഉള്ളിൽ പ്രതികരിച്ച ആൾക്കാരുടെ മനോഭാവം വെച്ചിട്ട് വേണമെങ്കിൽ CS-ന്റെ കോർഡിനേറ്റർക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഒരു ഭൂമിക തിരിച്ചു വേണം പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്പർശനം ഉണ്ടായിട്ടുണ്ടോ? BDJS-ന്റെ ഒരു ആവിർഭാവം മുൻ സർവേയിൽ നിന്ന് വ്യത്യസ്തമായി ചില ജില്ലകളിൽ ഒരു സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ BDJS-ന്റെ സാന്നിധ്യം BJP-ക്ക് കൂടുതൽ ഗുണമുണ്ടാക്കുമെന്നുള്ളത് ഈ CS-ന്റെ സർവേയിലൂടെ കണ്ടെത്തി. 4-5 ജില്ലകളിൽ ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ട് എന്ന് ഈ സർവേ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ശ്രീ ശിവകുമാർ, താങ്കൾ തിരുവനന്തപുരത്തിന്റെ ഹാങ് ഓവറിലായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ. മലബാർ വിട്, ഇവിടെ ഈ പറഞ്ഞവരുണ്ടല്ലോ. അതായത് ഏതൊക്കെയാണ് ജില്ലകളെന്ന് പറഞ്ഞേ? ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അവിടെ ചോർന്നു പോകുന്ന വോട്ടുകളോ ഇതുകൊണ്ട് തന്നെ തിരിച്ചു തിരുവനന്തപുരമില്ല. ഏറ്റവും കൂടുതൽ ഈ പ്രതികരണം വരേണ്ടത് തിരുവനന്തപുരത്താണ്. പല കാരണങ്ങളാണ്. ഇത് ഗുണമുണ്ടോ ഇല്ലയോ ഗുണമുണ്ടോ ഇല്ലയോ എന്നത് മാത്രം പരിശോധിച്ചാൽ പോരാ, ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം, ആ ചർച്ചയിലേക്ക് വരും പറയാം. BDJS BJP-യുടെ അലയാണല്ലോ. BDJS UDF-ന് പ്രത്യക്ഷമായി വോട്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ അലയൻസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. എത്രയും ഉദാഹരണം പറയാം. ഒരെണ്ണം കുമാരെ ഒരെണ്ണം പറഞ്ഞു കൊടുക്കും. എത്ര ഉദാഹരണങ്ങൾ വേണം. അത്ഭുതപ്പെടുത്തത് മെഴ്സിയാർ, ഈ BDJS-ന്റെ പരസ്യത്തിൽ ഒരു കുടവുണ്ട്, നരേന്ദ്രമോദിയുണ്ട്, തുഷാറുണ്ട്, വെള്ളാപ്പള്ളി കാണുന്നില്ല. വെള്ളാപ്പള്ളി എനിക്കറിയില്ല എന്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാനത് ഒരു എന്താ പറയുക, ഒരു ഒബ്സർവർ എന്നുള്ള എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി ഔദ്യോഗികമായി ഇതിൻ്റെ BDJS-ന്റെ തലപ്പത്തില്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. കുമാർ, അതിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ? BDJS-ന്റെ നേതാക്കളുടെ പരസ്യം ആരെ വയ്ക്കണമെന്ന് അവർ വേണ്ട തീരുമാനിക്കാൻ. പാലക്കാട് അല്ല, മലമ്പുഴ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നും കേട്ടു. അത് ശരിയാണ്? അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തെക്കോട്ടങ്ങൾ വരാൻ ഞാൻ ഇതിന് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് വെള്ളാപ്പള്ളിയായിട്ട് ഹോട്ട്ലൈൻ കണക്ഷനുള്ള SR ശക്തിയാണ്. ശ്രീകുമാർ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഈ മറ്റേ പുതിയ അലൈ BJP-ക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ പരമ്പരാഗത വോട്ടുകളിൽ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പൊതുവായ വിലയിരുത്തലാണ് കേരളത്തിലെന്നുള്ളത്. എനിക്കൊരു സംശയമുണ്ട് SRS, ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഒരു പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി വിവരം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതൊരു അവതാരകനായിട്ട് പറയുന്നതല്ല. അതായത് നേരത്തെ ഉള്ള സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ BJP-ക്ക് ഒരു വളർച്ച ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് സെൻട്രൽ ലീഡർഷിപ്പ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ചേണിങ്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കിയാൽ മാത്രമേ ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ മുരുകൻ പറഞ്ഞ പോലെ 12% നായന്മാരുടെ വോട്ട് മാത്രം വെച്ചിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അവർ ലൈലാൻഡ് വണ്ടി ഓടുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കി ഒരു പരീക്ഷണം നടത്തണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടി? സോഷ്യൽ എഞ്ചിനീയറിംഗ് പറയുന്നതിൽ നിങ്ങൾ പറയുന്ന ഈ നായാടി എന്ന് പറയുന്നതിൽ ആദിവാസികൾ, അവരുടെ നമ്പൂതിരിമാരെ, അവരിൽ എവിടെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയല്ലേ? ജാനുവിനെ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തോണ്ട് ജാനുവിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഗീതാനന്ദൻ നിൽക്കല്ലേ. മുരുകൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2% നായന്മാരുടെ സപ്പോർട്ട് ബേസിലാണ് BJP കേരളത്തിൽ ഇത്ര നാൾ ഫംഗ്ഷൻ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ പറഞ്ഞതിൽ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നപ്പോൾ ഇത്രയും കാലം തുടക്കം മുതൽ കൂടെ നിന്നിരുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയെ ചിലപ്പോൾ ഒരുപക്ഷെ അകറ്റിയിട്ടുണ്ടാകാം, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടർ പ്രഭാഷ്, പൊളിറ്റിക്സിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളല്ലേ വേണ്ടത്? അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിപ്പം BDJS കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. BJP-യെ കാൻഡിഡേറ്റ്സിന് ഉപരി BDJS കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും BDJS കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായി വന്നേക്കാം. അതാണോ CM വിജയകുമാർ എന്തോ സത്യം നടന്നു എന്ന് പറഞ്ഞേ? ഇതിനകത്ത് ഒരു വസ്തുതയുണ്ട്. എന്ന് വെച്ചാൽ BDJS-ന് ഗെയിനാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ BJP അല്ലെങ്കിൽ തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. അത് അവരുടെ മേൽലാസം മറ്റവർക്ക് പോകും. അഥവാ ഒരു സീറ്റ് കിട്ടിയാൽ, അതായത് നിങ്ങൾ കാലാകാലങ്ങളിൽ സ്വപ്നം കണ്ടിരുന്ന പോലെ അക്കൗണ്ട് ഓപ്പൺ, ബാങ്കിൽ അല്ലാണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ശ്രീ വെള്ളാപ്പള്ളി അടിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം കൂടെ കുമാരൻ എന്ത് ചെയ്യാൻ പറ്റും? കുമാർ മനസ്സിലാക്കിയിട്ട് മെഴ്സിയാർ, ഈ പാപഭാരത്തിൽ കുമാറിന് പങ്കൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം.
അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ CPM ആയിട്ട് ബന്ധമുള്ള ശ്രീ M വിജയകുമാറായാലും ശ്രീകുമാറായാലും ഒക്കെ പറഞ്ഞു വരുന്നത്, അത് എനിക്കിപ്പോൾ മറുഭാഗത്തും പറയുന്നില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഉത്തരങ്ങൾ പറയുമ്പോൾ ഞാനൊരു കുറച്ചുകൂടി ഒരു ജുഡീഷ്യസ് അപ്രോച്ചാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്, കുറച്ചുകൂടെ പക്വതയോടെ. അതല്ല അതെ. അപ്പോൾ അതിനെ വെച്ചാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ, കാരണം ഇപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു എന്താ പറയുക ജീവൻ മരണ പോരാട്ടമാണ്. ദേ വോണ്ട് ടു ഷോ ദെയർ എക്സിസ്റ്റൻസ്. അപ്പോൾ പിന്നെ അവിടെ അത് വെച്ച് കളിക്കുമോ എനിക്കറിയില്ല. പൊളിറ്റിക്സ് ആണ്, എന്ത് സംഭവിക്കും. അതുകൊണ്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കൊടുക്കില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം. ഇതിനകത്ത് ഈ BJP BDJS ബന്ധം കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നുള്ള ഒറ്റ പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ദോഷം ഉണ്ടാകുമോ എന്നുള്ളതും അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ മുരുകൻ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ പരമ്പരാഗതമായി അവർക്ക് ഉണ്ടായിരുന്ന വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാകും. ഹിന്ദു വോട്ടുകൾക്കൊരു ഡിവിഷൻ സ്പ്ലിറ്റ് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപക്ഷേ സർവേ. ചോരുന്നതിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അതല്ലേ ലാഭം. ഞാൻ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇത്രയും പേര് ഏതാണ്ട് 10 മിനിറ്റോളമായി BJP വോട്ട് ഷെയറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അത് തന്നെയാണ് BJPക്ക് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ടെത്ര, BJPയുടെ സഖ്യകക്ഷികളാരും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ BJPയെ എപ്പോഴും സൈഡ് ലൈൻ ചെയ്ത് അങ്ങ് പോകും. രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഫൈറ്റായിട്ട് മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളൂ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ തുല്യ പരിഗണനയോടുകൂടി ചർച്ച ചെയ്യാൻ തയ്യാറായി. വോട്ട് ഷെയർ എത്ര, റിസൾട്ട്, അതൊക്കെ നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് വെറുതെ നിങ്ങൾ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാരും അതിനകത്ത് ആശങ്കപ്പെടേണ്ട. പല പരീക്ഷണങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. കോൺഗ്രസും CPIയും തമ്മിൽ 1970 ഐക്യം ഉണ്ടാവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായില്ലേ? മുസ്ലിം ലീഗിനെ 67 CPM കൂട്ടുമെന്ന് വിചാരിച്ച ഓരോരോ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പുതിയ പരീക്ഷണം വന്നിരിക്കും. അവസാനത്തെ വാചകം ഞാൻ ഇക്കാര്യത്തിൽ കുമാറിന് കൊടുക്കും തീരുമാനിച്ചാണ്. അതുകൊണ്ട് കുമാറിന് കൊടുത്തു. കുമാർ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ ഗുണവും ദോഷവും പേറാൻ തയ്യാറായിട്ട് അദ്ദേഹം ചുമലുമായിട്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രീകുമാർ ആശങ്കപ്പെടേണ്ട. അത് എന്താണെങ്കിലും അദ്ദേഹം പേറാൻ തയ്യാറാണ്. സുഹൃത്തിന് വേണ്ടി ഞാൻ 2 ദിവസം ആശങ്കപ്പെടാതിരിക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. ഓക്കെ LDF UDF ഭരണ കമ്പാരിസൺ, താരതമ്യം, മികവാർക്ക്, ഇതിന് എപ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻസി എനിക്കൊന്ന് പ്ലേ ചെയ്യാൻ സാധ്യതയുണ്ട്. വികസന രംഗം LDF 41.1, UDF 30.6, ഇരുവരും 9%. ഇവിടെ BJP NDA വരാത്തതിന് കാരണം വെച്ചാൽ BJPയുടെ സർക്കാർ ഉണ്ടാകാത്തതുകൊണ്ടാണ്, അല്ലാതെ കുമാറിനോട് എന്തെങ്കിലും തരത്തിലൊരു അവഗണന കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് ഞാൻ പറയുന്നു. കാർഷിക രംഗം ഒരു പക്ഷേ റബ്ബറിൻ്റെ വിലക്കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതിലും വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. തൊഴിൽ രംഗം, ക്ഷേമ പദ്ധതി 45. അജിത്തെ, ഇവിടെയൊക്കെ ഒട്ടും വിശ്വസനീയമല്ല. ടോട്ടലി ഫോൾസ്. ഒരു കാര്യം പറയാം. ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ക്ഷേമ പദ്ധതികളിൽ 38 കോടി രൂപ പെൻഡിങ് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. വന്ന ഗവൺമെൻറ് 3 മാസം കൊണ്ട് അത് മുഴുവൻ കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം സർവ്വ പെൻഷനും വർദ്ധിപ്പിക്കുകയും അവരെ ഇറങ്ങിപ്പോകുന്നവരെ ഒരു പെൻഷനും കൊടുക്കുന്നതിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. എങ്ങനെ ആളുകൾ വിശ്വസിക്കാതിരിക്കും ഇത്രയും? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ ഈ പാവപ്പെട്ട പത്രക്കാരുടെ പെൻഷൻ പോലും ഈ സർക്കാർ വന്നതിന് 3 തവണയാണ് കൂട്ടിയത്. അതുപോലെ എല്ലാ മേഖലയിലും ക്ഷേമ പദ്ധതികളിലെ ക്ഷേമ പെൻഷൻ എത്രയോ തവണ വർദ്ധിപ്പിച്ചു ഈ സർക്കാർ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ. അങ്ങേക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിന്റെ ഗുണം. അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞു, അതുപോലെ എല്ലാ ക്ഷേമ പദ്ധതികളും എല്ലാ ബെനിഫിഷ്യറീസിന് പരമാവധി നേട്ടം ഉണ്ടായിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളിൽ UDFന് ഒരു നേട്ടവും അവകാശപ്പെടാൻ പറ്റില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് അത് നിലനിർത്താൻ വേണ്ടി ചിലതൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു നേട്ടവും ഇല്ല. അവസാനം നോക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെ ഉണ്ടെന്നറിയാം. പത്രക്കാരുടെ ഒന്നുമല്ല വിഷയം. അത് പാവപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തുച്ഛമായ ആ തുക പോലും വർഷങ്ങളുണ്ട് ഇന്ന് വരെ അത്
അപ്ഡേറ്റ് ആക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അജിത്തെ ഒരു കാര്യം പറ്റും, ഈ പത്രക്കാർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു. അവരെ നമ്പിയിട്ടൊരു കാര്യമില്ല. അല്ല, ഞാൻ അല്ല, മുരുക, അത് ശരിയല്ലേ? കൃത്യം, അത് കൃത്യം, കൃത്യം. അത് കൃത്യം. ആ പറഞ്ഞത് സത്യം. correct ആണ്. പറ, correct ആയിട്ട് പറ. അത് ഈ പെൻഷൻ പറ്റിയ ആളുകൾക്ക് അജിത്ത് പറയണത് അല്ലാതെ ജീവിച്ചിരിക്കുന്നു വിജയകുമാർ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിലവിലുള്ളവർക്കല്ല. ഈ പത്രങ്ങളിലൊരു വാർത്ത, ഒരു ഫോട്ടോ വന്നു. ഈ UDF നേതാവ് മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പാവപ്പെട്ട വയസ്സായ ഒരു സ്ത്രീ പറഞ്ഞു, മക്കളെ പെൻഷൻ കിട്ടിയിട്ട് 6-7 മാസമായി, പെൻഷൻ റെഡിയാക്കി തരുമെന്ന് പത്രത്തിൽ ആ ഫോട്ടോ ഉൾപ്പെടെ വന്നു. കറക്റ്റാണത്. ഇത് കഴിഞ്ഞ ദിവസം ഈ പ്രചരണത്തിനിടയിലുള്ള സംഭവമാണ്. ഒരു 11 മാസത്തെ അപ്പോൾ അത് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അജിത്തിന് പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ഒറ്റ കാര്യം പറയാം. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്, ഞാൻ ഈ കസേരയിലിരുന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റുന്നെങ്കിൽ ഇത് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ എന്ന് വരെ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം. എവിടെ കൊടുത്തു? എവിടെ കൊടുത്തു? ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു. ഏത് പോസ്റ്റൽ പൊളിച്ചു, നടന്നില്ല. തിരിച്ചത് ബാങ്കുകളിൽ മുഴുവൻ പേർക്കും കൊടുത്തു കഴിഞ്ഞു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കുമാറിന്റെ കീഴിൽ വരുത്താം. അല്ല, കഴിഞ്ഞ ഓണക്കാലത്ത് അങ്ങനെ ഇഷ്യൂ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ക്രൈസിസ് ഉണ്ടായി. ഇല്ല, ഇതിലും ഉത്തരം പറഞ്ഞത് ആരെന്നറിയോ? അത് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന MS കുമാറാ അതെ, പറയുന്നത്. തീർച്ചയായും. കുമാർ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ് ഈ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ തുരങ്കം വഹിക്കുന്നത്. പദ്ധതികളെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് വികസന രംഗത്ത് ഈ 2 കോടി രൂപ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളുടെ പെർസെൻറ്റേജ് ആണ്. അത് ഏതാണെന്നൊന്ന് വികസനം എന്ന് പറയുമ്പോൾ എന്താണ് വലിയ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടെർമിനോളജി എന്താണ് ബിബീഷ്? അതായത് വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുവിൽ നമ്മുടെ മുൻപിലുണ്ടാകുന്ന ഒരു സാധാരണ വ്യക്തിക്ക് അവൻ്റെ റോഡാകാം, അല്ലെങ്കിൽ പാലമാകാം, അത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് വികസനത്തിൽ അവർ പരിഗണിക്കുന്നത്. ആ വിഷയത്തിൽ ഇന്ന് കേരളം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന കുടിവെള്ളമാണ്. 44 നദികളുള്ള ഈ കേരളത്തിൽ കുടിവെള്ളമില്ല. കുട്ടനാട്ടിൽ പോലും എവിടെ നോക്കിയാലും വെള്ളം മാത്രം കാണാൻ കഴിയുന്ന കുട്ടനാട്ടിൽ പോലും കുടിവെള്ളം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അത് വികസന രംഗത്ത് വരുമോ? ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 41% LDF-ന് 30%. ഇന്നല്ലേ ഇത്രയും കുടിവെള്ള ക്ഷാമം വേറെ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ത്യയിൽ വികസനം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആലത്തൂരിൽ എവിടെ നിന്നാണ് വെള്ളം, എങ്ങനെയാണ്? അങ്ങനെ ഒരു ചോദ്യം വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഉള്ള ചോദ്യം കടുത്ത വരൾച്ചയായതുകൊണ്ട് ഇപ്പൊ പറഞ്ഞാലും മഹാരാഷ്ട്ര 28,000 ഗ്രാമങ്ങളിൽ അതാണോ എക്സ്ക്യൂസ്? അല്ല, പറയാണ്, ഞാൻ പറയാം, വരൾച്ചയായ കൊണ്ടാണ്. അതുകൊണ്ട് ലാത്തൂരിൽ വെള്ളമില്ല എന്നാ പിന്നെ കേരളത്തിന് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. വികസനം ഇതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്ക് വികസനം അത് മാറണ്ടേ? മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികസനങ്ങളിൽ കുടിവെള്ളമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിലും ആലോചിക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് ആണോ കുടിവെള്ളം കൊണ്ടുവരേണ്ടത്? സമയം കളയണ്ട, നമുക്ക് അടുത്തതിലേക്ക് വരാം. വളരെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പദ്ധതി എത്ര ആയിരക്കണക്കിന് ആളുകൾക്കാണ് 2, 3, 4, 5 ലക്ഷം രൂപ വെച്ച് ഈ നിർധനരായ രോഗികൾക്ക് കൊടുത്തിട്ടുള്ളത്? ഏത് കാലത്തുണ്ടായിരുന്നത്? എന്താണ് അല്ല, അതൊന്ന് പരിശോധിക്കേണ്ടതാണെന്ന്. എന്താ പരിശോധിക്കേണ്ടത്? എന്താ നോക്കണ്ടേ? പരിശോധിച്ചിട്ട് മനുഷ്യൻ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയാൽ മതി. എത്ര പേർ കിട്ടിയത്? അല്ല, എന്ത് പരിശോധിക്കണം പറയാൻ കാരണം അല്ല, അതിനകത്ത് ഇപ്പൊ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചിട്ടുണ്ട്. ദുരുദ്ദേശം അതിനകത്ത് അത് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആൾ അതിനകത്ത് കാശും വാരി കൊണ്ടുപോയിട്ടുണ്ട്. വലിയ ഒരു ആരോപണം. അതെ, ഇത് കേക്ക്, കാരുണ്യ പദ്ധതിക്ക് ഇടനിലക്കാരനുണ്ടായിരുന്നാണ് പറഞ്ഞത്. അതെ, ഇടനിലക്കാരുണ്ടായിരുന്നു പലയിടത്തും. അവകാശം ആർക്കാണ് സാർ? ഈ നാട്ടിൽ ഇത് ഒരു വലിയ സ്കാൻഡലാണ് പറയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഈ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. അതെ, അവര് തന്നെ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒറ്റപ്പെട്ട ചില കേസ് ഉണ്ടായിരിക്കാം, അതെങ്കിലും ഉണ്ടോ? ആരോപണമായിട്ട് കണ്ടാൽ മതി. എനിക്ക് SR ശക്തിയെ ഇത്ര സൗമ്യമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരുണ്യ പദ്ധതി കാര്യങ്ങളല്ല കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് വഹിച്ചത് LDF ആണ്. കാരണം അന്യ സംസ്ഥാന ലോട്ടറി അതായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ വിഷയം. LDF സർക്കാരിൻ്റെ കാലത്ത് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിന് ഇതിന് അവസരമുണ്ടാക്കി കൊടുത്തു, അതിന് അടിത്തറ ഉണ്ടാക്കിയത് കഴിഞ്ഞ. പിന്നെ വേറെ ആരാ ചെയ്തത്? അതിനുവേണ്ടി നിയമനിർമ്മാണം എല്ലാ കാര്യങ്ങളും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം. കാരുണ്യ ലോട്ടറിയുടെ വിതരണം ആരാണ് സാർ എടുത്ത് കാശ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എവിടെ നിന്ന് വരും? കഴിഞ്ഞ കാലത്ത് അതിന്റെ ഈ ഏജൻസി കേരള സംസ്ഥാന ലോട്ടറിയിൽ നിന്ന് വരുന്ന 7,000-8,000 കോടി രൂപയുടെ വരുമാനം മാണിയുടെ വരുമാനമാണ് അതിന്റെ ഏജൻസി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് പറയണം? മാണിയുടെ മരുമകൻ അർത്ഥം മനസ്സിലായോ? കാശ് കൊണ്ടുപോകണൊക്കെ സാർ നിങ്ങളുടെ മന്ത്രിമന്ദിരങ്ങളിൽ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന മരുമക്കൾക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കി വെളിയിൽ കൊടുക്കും.
ചുമ്മാ ഈ കെ എം മാണിയുടെ മരുമോനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇത്രയും വലിയ സ്കീമിന്റെ കംപ്ലീറ്റ് വിതരണാവകാശം ജനകീയമാണെന്ന് നിങ്ങൾ ആളുകൾ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ബാങ്ക് അക്കൗണ്ട് ജൻധൻ പദ്ധതി കൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു. ഇതുവരെ സജീവമായി നിന്നിരുന്ന അജിത്ത് ഈ കാര്യം പുറത്തു വന്നതോടെ അജിത്ത് ഒന്ന് പിൻവാങ്ങി. അല്ലേ ബഹുമാനായ ശ്രീകുമാറേട്ടാ, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരോപണം നമ്മളെ 8 പേരും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെനിക്കറിയില്ല. കേരളത്തിനകത്ത് ഇത് നിറച്ച് സംസാരമാണ് സാർ. SRS അറിയാവുന്ന കാര്യമായിരുന്നു. അദ്ദേഹം ഒരു കൊളുത്തു വെച്ചെന്തോ പറഞ്ഞതേ ഉള്ളൂ. ആർക്കോ കിട്ടിയില്ല. ആർക്കോ കിട്ടി. അങ്ങയുടെ നാട്ടിൽ ആർക്കോ ബെനിഫിഷ്യറിക്ക് ഒരു കേരളത്തിലാണ് ഞാൻ പറഞ്ഞത്. പറയൂ. എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞാല് സത്യസന്ധമായ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുവരെ ആ വിവരം പുറത്ത് വന്നിട്ടില്ല. അതായത് നമുക്ക് ഈ സംഭവം എന്തായാലും ഇവിടെ നമുക്ക് ഈ സർവേയിലേക്ക് പോകണം. എന്താ കാരണം വെച്ചാൽ ആകാംക്ഷനായിട്ട് പ്രേക്ഷകരിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര ആകാംക്ഷ ഇല്ല. നിങ്ങൾ ഇതിനകത്ത് രസിച്ചിരിക്കുകയാണ്. SRS ഓരോ ആരോപണം ഉന്നയിക്കും, ശിവകുമാറിനെ ഇളക്കി വിടും, അദ്ദേഹം തകർക്കും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഴ്സിയാർ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കി. മെഴ്സിയാർ വളരെ മാന്യനായിട്ടൊരു വ്യക്തിയായതുകൊണ്ട് ഈ ആരോട് ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നിശബ്ദത പാലിച്ചു. എന്താ കാരണം ചുമ്മാ ഇന്നേ വരെ ആരും ഒന്നും പറയാത്തൊരു കാര്യം ശ്രീകുമാർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ മറുപടി പറയാ? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയാനില്ല. സത്യം അറിയണമെങ്കിൽ എന്റെ കൂടെ ഒരു സർവ്വ ചെലവിലും കേരളം മുഴുവൻ കൊണ്ടുപോയി സർവ്വചെലവിലും ഞാനങ്ങനെ ഇന്നേ വരെ ആരുടെയും ചെലവിൽ സഞ്ചരിക്കുന്നതല്ല. സാറിന്റെ ചെലവിൽ ഞാൻ അല്ല, ഇത് തള്ളിക്കളയാനാവില്ല. ആര് ചെലവ് ചെയ്താലും വേണ്ടില്ല, കേരളം മുഴുവൻ കറങ്ങട്ടെ, സത്യം പുറത്തു വരട്ടെ. അദ്ദേഹം പറഞ്ഞ തള്ളിക്കളയാനാവില്ല. കാരണം ബഡ്ജറ്റിന് വരെ, സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിന് വരെ ഇടനിലക്കാരുണ്ടായിരുന്നു. നമ്മൾ അടുത്ത കാർഡിലേക്ക് പോവുകയാണ്. ഒരു സെക്കൻഡ്, 1.42 ലക്ഷം പേർക്കാണ് 1200 കോടി രൂപ വിതരണം ചെയ്തത് ഡയറക്ട്ലി ടു ദ ബെനിഫിഷ്യറീസ്. അത് പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രയോജനം? വളരെ പ്രധാനപ്പെട്ട എന്താണല്ലേ പ്രയോജനം ഇല്ലാന്നല്ല പറഞ്ഞിരിക്കുന്നത്. 28.2% കിട്ടിയവർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തേക്ക് പോകാം. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കാരുണ്യം ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് വിവാദ ഭൂവിധാന ഉത്തരവുകൾ UDF-ന് ദോഷം ചെയ്യുമോ? എന്തായിരുന്നു ബിബീഷ് സാർ ചോദ്യം? ഇതിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ BJP-യെ അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച പോലെ UDF സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, UDF സർക്കാരിൻ്റെ അവസാന കാലത്തെ ഭൂവിധാന ഉത്തരവുകൾ തെരഞ്ഞെടുപ്പിൽ UDF-ന് ദോഷം ചെയ്യുമോ എന്നുള്ള ചോദ്യവും, അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് UDF-ന് ദോഷം ചെയ്യുമോ എന്ന 2 ചോദ്യങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു അജിത്തിന് നിരാകരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ KPCC അധ്യക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു. അതിനുപരി മിസ്റ്റർ ജോൺ, ഇത് ഈ ഭൂമിദാന ഉത്തരവുകളൊക്കെ ഉത്തരവ് ഇഷ്യൂ ചെയ്തതിന് പിൻവലിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഉത്തരവുകളെല്ലാം പിൻവലിക്കപ്പെട്ടു. വിവാദമായ സകല ഉത്തരവുകളും പിൻവലിച്ചു. വിവാദമായതെന്തുകൊണ്ട്? അല്ല, അപ്പൊ വിവാദമായത് ഒരു തീരുമാനമെടുക്കുന്നു. എന്തിനാ ആ നിമിഷത്തിൽ തെറ്റ് പറ്റിയതുകൊണ്ട് തിരുത്തി തുറന്നു സമ്മതിക്കുന്നു. അതിനുള്ള ആർജവം കാണിച്ചില്ല സർ. അതിനുള്ള ആർജവം കാണിച്ചു. അപകടത്തിൽ തെറ്റിയ തെറ്റൊന്നുമല്ല, കയ്യോടെ പിടിച്ചത് കൊണ്ട് തെറ്റിയെന്ന്. CPM മാത്രമല്ല തെറ്റ് ചെയ്യുന്നതും തിരുത്തുന്നതും. സർക്കാരിന് തെറ്റ് പറ്റിയപ്പോൾ ഒരു കാര്യം കൂടെ അജിത്ത് പറഞ്ഞതിനോട് അനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയും. ഈ പല ഇത്തരത്തിലുള്ള ഉത്തരവ് വന്ന പല ഫയലുകളുടെയും പിന്നെ ഒറിജിനൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 6 വർഷക്കാലത്തല്ല, കർദിനാൾ കായലും മെത്രാൻ കായലും ഒക്കെ അതിനും ആ കാലത്തെ ഉള്ളതാണ്. അവരുടെ തെറ്റുകൾ തിരുത്താനല്ലേ നിങ്ങളെ തെരഞ്ഞെടുത്തത്? അവരുടെ തെറ്റ് അവരുടെ നിങ്ങൾ തിരുത്താത്തത് നിങ്ങളുടെ തെറ്റല്ലേ? അവരെ തിരുത്തിയല്ലോ സാർ. എനിക്കൊരു ചോദ്യം ഡോക്ടർ പ്രഭാഷനോട്. അതായത് ഒരു തീരുമാനമെടുക്കുന്നു, വിവാദമാകുന്നു, അത് പിൻവലിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഏതായിരിക്കാം കൂടുതൽ പതിഞ്ഞു കിടക്കുന്നത്? ജനങ്ങൾ പറയും, ജനങ്ങൾക്ക് അത് വിശ്വാസം വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോ നമ്മളുടെ പ്രശ്നമല്ല, ഇത് ജനങ്ങളുടെ പറഞ്ഞേക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തിരുത്തിയ വിവരം സത്യമായിട്ട് അംഗീകരിക്കണം എന്ന് മാത്രമേ ഞാൻ വേറെ അനുകൂലമായിട്ട് തന്നെ പറയാം. അഴിമതിയും സരിതയൊക്കെ ഒരു പരിധി വരെ ജനങ്ങൾ മറന്നാലും
ഈ ഭൂമി ലാസ്റ്റിലിറങ്ങിയ ഓർഡറുകളും കാര്യങ്ങളും അതിയായ അമർഷമുണ്ട് ജനങ്ങൾക്ക്. മറ്റേതിലൊക്കെ കുറെയൊക്കെ മറക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്. ഓക്കെ, വ്യക്തമായി. സരിതയിലൊക്കെ കുമാർ, വലിയ ദൂഷ്യം ചെയ്യുന്നത്. അടുത്ത് അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് UDF-ന് ദോഷം ചെയ്യുമോ? ഇതാണൊരു ചോദ്യം അല്ലേ? ഇതാണ് ചോദ്യം. ഉവ്വ എന്ന് പറയുന്നവർ 66.4%, ഇല്ല എന്ന് പറയുന്നവർ ഹാർഡ് കോർ ആയിട്ടുള്ള എ ഗ്രൂപ്പ് ആയിരിക്കണം. അജിത്തെ 16.9. ഈ 66% VM സുധീരനും വരും, മെഴ്സിയാർ വരും. എനിക്കറിയാം, അതെനിക്കറിയാം. ന്യായമായി ചിന്തിക്കുന്നത് മെഴ്സിയാർ ഈ 66-ന്റെ തലയിലേ വരും, തലവാലമായിട്ട് നിൽക്കും. അതെ, മെഴ്സിയാർ. ഒരു കാര്യം ഞാൻ പറയാം. അതിനകത്ത് ഒരു ഈ ചോദ്യം, ഇതിന് മുമ്പുള്ള ചോദ്യം, ഇതിലൊക്കെ വരുന്ന ഒരു എന്താ ലോഡഡ് ചോദ്യമാണോ? ലോഡഡ് ചോദ്യമാണോ? ലോഡഡ് ചോദ്യങ്ങളല്ല. അല്ല, ലോഡറല്ല. അഴിമതി വരുമ്പോൾ അതിന്റെ സബ് ലെവലിൽ വരുന്ന ചോദ്യങ്ങളാണ്. അല്ലല്ല, ഞാനത് ലോഡഡ് എന്ന് പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചാൽ ഈ ഒരു ഹൈപ്പേ ക്രിയേറ്റഡ് ബൈ ദി മീഡിയ, അത് ദൃശ്യമാകാം, പ്രിന്റഡ് ആവാം, എന്തുമാകാം. അവരിങ്ങനെ ഈ ഒന്നുമില്ലാത്ത ഇങ്ങനെ അങ്ങ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യാണ്. അതോ 24 മണിക്കൂറാണ്. എനിക്കൊരു ചോദ്യം. KPCC അധ്യക്ഷൻ രംഗത്ത് വന്നതുകൊണ്ടല്ലേ ഇത് ഹൈപ്പ് കിട്ടിയത്? അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ ചാനൽ കൊടുത്താൽ തെറ്റാവും എന്നായിത്തെ? അല്ല, KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞല്ലോ. പറഞ്ഞാൽ ശരിയില്ല. കാരണം ബാബു മത്സരിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞില്ല, ഒരു മീഡിയയും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചില്ല. അടൂർ പ്രകാശ് മത്സരിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞില്ല. ഇതെല്ലാം പറഞ്ഞത് KPCC പ്രസിഡന്റ്. അല്ല, ഒരു കാര്യമുണ്ട്, അവരൊക്കെ ഈ പരാമർശിക്കപ്പെട്ടവരൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 3-4 ടേമുകളായിട്ട് 10-20 വർഷം 10-15-20 വർഷമായിട്ട് മണ്ഡലങ്ങളിൽ ചെയ്ത സേവനങ്ങളും വിമർശന പ്രവർത്തനങ്ങളും ഒക്കെ എന്നിട്ട് ഇത്തവണ ഒരു കാര്യം കൂടെ പറഞ്ഞു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ശ്രീ കെ ബാബുവിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് അവിടെ പോയി പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പോലും ഇലക്ഷൻ യോഗത്തിൽ പറഞ്ഞില്ലല്ലോ. അല്ല, അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്ന ആളല്ലോ. അല്ല, ഒരു സെക്കൻഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അജിത്തെ KPCC അധ്യക്ഷനെ ബോധ്യപ്പെടുത്തിക്കൂടായിരുന്നു? അല്ല, അദ്ദേഹത്തിന്റെ ബോധ്യത്തിലാണല്ലോ കുറച്ച് ചർച്ചയൊക്കെ നീണ്ടുപോയതും ഒക്കെ. അതെ, അദ്ദേഹത്തിന് ബോധ്യമില്ലാത്ത കൊണ്ടാണല്ലോ ചർച്ച നീണ്ടുപോയത്. അല്ല, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന്റെ ബോധ്യം മറ്റു പലരെയും സംഭവിച്ചെന്ന് വെച്ചാല് യഥാർത്ഥത്തില് ഈ അഴിമതിക്കാരെ മന്ത്രിമാരെ മത്സരിക്കേണ്ടെന്നുള്ള ഒരു ഇത് വന്ന് 7 ദിവസം 8 ദിവസം കണ്ട് ഡൽഹി കിടന്ന് അടിച്ചതാണ്. എന്നിട്ട് സോണിയാഗാന്ധി വിചാരിച്ചിട്ട് നടന്നില്ല, ഒരാളെ മാത്രമേ മാറ്റാൻ പറ്റൂ. സോണിയാഗാന്ധിയുടെ സ്ഥിതി മോശമാണ്, വളരെ ദയനീയമാണ് ഇപ്പം. അല്ല അജിത്ത്, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അപ്പൊ സംഭവം അവര് റെലവന്റ് അല്ല എന്ന് പറയാം. അല്ല, റെലവന്റ് അല്ലെന്നുണ്ടായിരുന്നില്ല. LDF ജയിക്കണമെന്നാണ് ഇപ്പം സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞൂടാ. ആണോ ആഗ്രഹിക്കുന്നത്? ഇവിടെ വന്നിട്ട് അവർ പോയിട്ട് നമ്മളെല്ലാം കണ്ടതല്ലേ? അവര് കരഞ്ഞിട്ടാ പോയ കരയുന്ന ആരാ? കരച്ചിലെന്താണ്? BJP എവിടെയെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ പാടില്ല. കുമാറിന്റെ നേതാവാണ് കരയിച്ചത്. അതെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് കരയുന്ന നേതാവിനെയാണോ? ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ പോലെ ഉള്ള തൊലിക്കെട്ടി വേണമായിരുന്നാണ് അജിത്ത് പറയുന്നത് അല്ലേ? ഞാനൊന്നും പറയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. സ്വന്തം ഭർത്താവിന്റെ അമ്മയും ഈ മണ്ണിൽ നിണമണിഞ്ഞ് വീണ ഒരു വനിതയാണ് അവര്. അവരുടെ വികാരം അവരെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു കുമാർ. അത് മനസ്സിലാക്കാൻ സുബ്രഹ്മണ്യം സ്വാമിക്ക് മനസ്സിലാവില്ലെന്നാണ് അവർ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട എന്റെ ആദ്യത്തെ ഇതൊന്നും സോണിയാഗാന്ധി കേട്ടിട്ട് പ്രൊമോഷൻ ഒന്നും അതിന് തരാൻ പോകുന്നില്ല. അവർ ചെയ്താലും കാര്യമില്ല. ഉമ്മൻചാണ്ടി ആണല്ലോ വീറ്റോ ചെയ്യുന്നത്. സോണിയാഗാന്ധിക്ക് വീറ്റോ ചെയ്യുന്ന ഉമ്മൻചാണ്ടിയാണെന്നല്ലേ മുരുകൻ പറയുന്നത്. കണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കുംഭകോണം. ഒരുപക്ഷെ ഏറെക്കാലം ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് SRS, ശ്രദ്ധിച്ചോളുക. ബഹർക്കോഴ കേസിലെ സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കുന്നുണ്ടോ? ഉവ്വ് എന്ന് പറയുന്നവർ 22.9 മാത്രം. ഇല്ല, സർക്കാരിന്റെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ഇത് കേരളത്തിന്റെ മദ്യപാന ആസക്തിയെ കാണിക്കുന്നു. ആ സാധനം 59%. ഇതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഇല്ല. 18.1 ഇതിനോട് പ്രതികരിക്കുന്നില്ല. വേണമെങ്കിൽ ആ 18ഉം 22ഉം കൂടെ കൂട്ടിക്കോ അജിത്തെ, അല്ലെ? എന്നാലും കുഴപ്പമില്ല. അല്ല, അത് പൊതുവായ ഒരു സാധനം. ഈ സർക്കാരിന്റെ ഈ കോഴ കേസാണ്.
ഈ പാവപ്പെട്ട പിള്ളേർ എത്രയോ ദിവസം കിടന്ന് സർവേ നടത്തി ഉണ്ടാക്കിയില്ലേ? കറക്റ്റാണ്. ഓക്കെ, നമുക്കതിൽ ഒരു വിവാദമില്ലല്ലോ. പ്രഭാഷണത്തിൽ ഏറെക്കുറെ ഒരു എന്താ പറയണ്ട ഒരു പരിച്ഛേദമായിട്ട് വേണം കാണാവുന്നതാണ്. പാർട്ടികളുടെ കൂടുമാറ്റം, ഒരുപക്ഷെ ഈ മുന്നണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം. പാർട്ടികളിലെ കൂടുമാറ്റം മുന്നണികളുടെ സാധ്യത വർദ്ധിപ്പിക്കുമോ? എന്ന് പറയുന്നത് 20.9%, ഇല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. എന്തായിരുന്നു ഇവര് ചോദിക്കുന്നത്? അതായത് മുന്നണികൾ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ? ഇലക്ഷന്റെ തലേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ UDF-ൽ ഉണ്ടായിരുന്നവർ LDF-ലേക്കും, അല്ലെങ്കിൽ LDF-ൽ ഉണ്ടായിരുന്നവർ UDF-ലേക്കും, BJP-യിൽ നിന്നും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇത് എത്രമാത്രം ആ മുന്നണികൾക്ക് സഹായകരമാകും എന്നതാണ് ചോദിച്ചത്. BJP-യിലോട്ട് വന്നിട്ടുണ്ടല്ലോ. അതായത് ഇങ്ങനെയുള്ള കൂടുമാറ്റം കൊണ്ടൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അല്ല, അത് റീസണബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാം മെൻസിയർ യോജിക്കുകയാണ്. ഒരു വിയോജിപ്പുള്ളത് അജിത്തിനോട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. സർവേയിലെ സർവേയിലെ കാര്യങ്ങളോടാണ് മത്സരം യോജിക്കുന്നത്, അല്ലാതെ ബ്രിട്ടാസ് പറയുന്ന കാര്യങ്ങളോട്. സർവേയിലെ കാര്യങ്ങൾ ഞാനതെല്ലാം വേറെ വല്ലതും പറയുന്നുണ്ട് കേട്ടോ. സർവേയിലെ കാര്യം ബ്രിട്ടാസ് ഇതിനകത്ത് നമ്മൾ കാണാതെ പോകരുതെന്ന് എനിക്ക് തോന്നി വന്നിട്ടുണ്ട്. ചില മണ്ഡലങ്ങൾ, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ ഇത് വളരെ പ്രകടമായിട്ട് ദോഷം ചെയ്യാനുള്ള മണ്ഡലങ്ങൾ 2 ഉണ്ട്. അല്ല, അത് നമുക്കൊക്കെ അറിയാം. വിളിച്ചു പറയണ്ട. അല്ലല്ല, നമുക്കൊക്കെ അറിയാമല്ലോ. നിയമമല്ലേ? നിയമമാകാം, തിരുവനന്തപുരം ആകാം, രണ്ടും ആകാം. നിയമമാണോ? നിയമമുണ്ട്, തിരുവനന്തപുരം നിയമമുണ്ട്. ബഷീർ, അതായത് നേമത്ത് സുരേന്ദ്രപിള്ളയെ നിർത്തിയത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അജിത്ത് പറയുന്നത്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് ആന്റണി രാജു നിർത്തി അതിനേക്കാളും ദോഷം. അല്ല, ഓട്ടെ, ആന്റണി രാജുവിന്റെ കാര്യം ശ്രീ എം.ജി.കുമാർ പറയട്ടെ. എനിക്കറിയേണ്ടത് താങ്കൾ നേരത്തെ പൊളിറ്റിക്കൽ ആയിട്ടാണ്. ഇത് അല്ല, മറ്റേന്താണ് സർ? നോ പൊളിറ്റിക്സ്. വാട്ട് യു മീൻ? എന്താ പൊളിറ്റിക്സ്? അങ്ങനെ പറയുന്നത്? കാലുമാറ്റം. തലേ ദിവസം വരെ കൈരളി ചാനൽ അടക്കമുള്ള ചാനലുകളിൽ വന്നിരുന്ന UDF സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന രാജു തലേ ദിവസം വരെ ഒറ്റ രാത്രി കൊണ്ട് LDF-ലേക്ക് UDF സർക്കാരിന്റെ അഴിമതികളെയായിട്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ്, എനിക്ക് കുമാറിനോട് ചോദിക്കേണ്ട കാര്യം, അതായത് ശ്രീ ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ശ്രീ എം.ജി.കുമാറിന് വ്യക്തതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തത സുരേന്ദ്രപിള്ളയുടെ കാര്യത്തിലും അജിത്തിനുണ്ടാകണമായിരുന്നു. പക്ഷെ ആ വ്യക്തത അജിത്തിനില്ല. അല്ല, അതുള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്തും അതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അജിത്തെ, ഒരു സെക്കൻഡ്, മാത്രമല്ല അജിത്തിന്റെ നേതാവിനും എന്റെ ഒരു ചോദ്യം വളരെ വ്യക്തമാണ്. അതായത് അജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരത്തും നേമത്തും മറ്റ് പാർട്ടികളിൽ നിന്ന് വന്ന ആൾക്കാരെ അതത് മുന്നണികൾ അപ്രോപ്രിയേറ്റ് ചെയ്തത് ആ മുന്നണിയെ ദോഷകരമായി ബാധിക്കുന്നതാണ് താങ്കൾ പറഞ്ഞത്. മിസ്അപ്രോപ്രിയേഷൻ ആകാമത് ആണ്. ഓക്കെ, അതിനർത്ഥം ഞാൻ അതിനെ ഒന്നും കൂടി ഒന്ന് ഡിസെക്ട് ചെയ്യട്ടെ. അതിനർത്ഥം ഈ പറഞ്ഞ നേമത്ത് സുരേന്ദ്രൻപിള്ളയെ നിർത്തിയത്, ഞാനിപ്പോ അജിത്തിനോട് ചോദിക്കുമ്പോൾ അതല്ലേ പറയേണ്ടത്. ഞാൻ തിരുവനന്തപുരത്തോട് ശ്രീ എം.ജി.കുമാറിനോട് ചോദിച്ചു. അതിനുശേഷം ഞാൻ നേമത്തേക്ക് പ്രവേശിക്കുകയാണ്. നേമത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അജിത്ത് പറയുന്നു സുരേന്ദ്രൻപിള്ളയെ നിർത്തിയത് ബാക്ക് ഫെയർ ചെയ്യുമെന്ന് താങ്കൾ പറയുന്നു, അല്ലേ? ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്കിപ്പോ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആകാൻ പറ്റത്തില്ല. ഒരു നാണയത്തിന്റെ ഇരുവശവും ഒന്നിൽ ശരിയും ഒന്ന് തെറ്റെന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയം എനിക്കറിയില്ല. എനിക്കങ്ങനെ സ്റ്റൂപ്പ് ഡൗൺ ചെയ്യാൻ കഴിയത്തുമില്ല. അതെന്ന് പറഞ്ഞാൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ചർച്ചയിൽ, ഈ വേളയിൽ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന 2 ആൾക്കാർ നടത്തുന്നത്. അല്ല, അജിത്ത് പേടിക്കണ്ട. അജിത്തെ ആരൊന്നും ചെയ്യാൻ മതി. അജിത്തിന്റെ രോമത്തോടാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരൻ പറ്റില്ല. അത് കാരണം വെച്ചാല് കുമാറെ പറ്റുമോ? മാത്രമല്ല വളരെ ശക്തമായി പറഞ്ഞു. നല്ലൊരു അഭിഭാഷകനാണ്. ആ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ച പിന്നെ ഘടകകക്ഷിയിൽ ആരെയും നിർത്താമല്ലോ. അജിത്തിന് എന്തായാലും പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുണ്ട്, ഏക്കാനണി ഉണ്ട്. ബെൽസിയാറിന്റെ അർത്ഥഗർഭമായ ആ പ്രതികരണവും ആ ഒരു വളരെ എന്താണ് ദൃഢതയോടുള്ള ആ പ്രതികരണം അപ്രിഷിയേറ്റ് ചെയ്യുന്നു ബെൽസിയാർ. അപ്രിസിയേഷനെ മുൻനിർത്തി അജിത്ത്, ഞാൻ അതിന്റെ മൈക്രോ ലെവലിലേക്ക് പോലെ
UDF ആണ്, പക്ഷേ നിയമത്തെ ഘടകകക്ഷിയാണ്. എന്തായാലും വേണ്ടില്ല, ഈ ചർച്ചയിൽ ഈ വേളയിൽ ഇത്ര കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ ഒരു നിലപാടെടുത്ത ശ്രീ മെഴ്സിയാനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക്. നമസ്കാരം. CA സർവേയിലേക്ക് പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുന്നുണ്ട്. ജേക്കബ്, ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി പല ചോദ്യങ്ങളിലേക്ക് പോയി. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. താങ്കൾക്ക് താല്പര്യമുള്ളൊരു വിഷയം തന്നെയാണ്. ഓക്കെ, അതാണ് മദ്യനയം. SRS കാട്ടറ ഞാൻ പറഞ്ഞ് UDF-നോ LDF-നോ കൂടുതൽ ആത്മാർത്ഥതയുള്ള നിലപാട്, ഇതായിരുന്നു ചോദ്യം. അല്ലേ ബിബീഷ്? പറ വ്യക്തം. ഇത് വളരെ അതായത് crucial. തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ UDF മുൻപോട്ട് വയ്ക്കുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനവും, LDF-ൻ്റെത് അതേസമയം മദ്യവർജനത്തിലൂടെ മദ്യനിരോധനം നടപ്പിലാക്കും എന്നുള്ള രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ്. ഈ നിലപാടുകളിൽ LDF-ൻ്റെ നയമാണോ UDF-ൻ്റെ നയമാണോ കൂടുതൽ ആത്മാർത്ഥമെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. വ്യക്തമായി വേറെ ചോദ്യം. വളരെ അത്ഭുതകരമായിട്ട് ശ്രദ്ധിക്കുക, LDF-ൻ്റെതാണെന്ന് പറയുന്നത് 27.5% മാത്രം. മെഴ്സിയാർ, UDF-ൻ്റെതാണ് കുറച്ചും കൂടി ആത്മാർത്ഥയുള്ള നിലപാടെന്ന് പറയുന്നത് 34.4%. ഇരു നിലപാടും ശരിയെന്ന് പറയുന്നത് 17.4%. അതെങ്ങനെയാ? രണ്ടും ആയിക്കോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പറയാം, രണ്ടും ആയിക്കോട്ടെ. രണ്ടും തെറ്റ്. അത് കുമാരന്റെ ആൾക്കാരായിരിക്കണം. 13.9. അറിയില്ല എന്ന് പറയുന്ന അത് മാധ്യമപ്രവർത്തകരായിരിക്കണം ജേക്കബ് ജോർജ്. 6.9. എന്താണ് ജേക്കബ് ജോർജ്? ഇത് വളരെ ഒരുപക്ഷെ ഇവിടെ LDF-ന് അനുകൂലമല്ലാത്ത ഒരു മേഖല ഇതാണെന്ന്. അല്ല, ഈ കണക്കെടുപ്പ് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വ്യക്തമായി. അല്ല, ഇത് അതെയോ ഇങ്ങനെ ഒരു കണക്ക് നൽകിയ ജനങ്ങളുടെ നിലപാട് തെറ്റതാണെന്നാ പറഞ്ഞത്. ഞാനൊക്കെ ആദ്യം പോയി ബാധിച്ചിരുന്ന UDF എടുത്ത മണ്ടൻ തീരുമാനമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടല്. ആ മണ്ടൻ തീരുമാനം 34.4% മലയാളികൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലേ അത്രയും മണ്ടന്മാരുണ്ടോ കേരളത്തിൽ? 34 ഉള്ളൂ. എന്തായാലും പിന്നെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടോ? ജെൻഡർ വൈസ് ഉണ്ടോ? ജെൻഡർ വൈസ് ഉണ്ടോ? ഇല്ല. ഇപ്പം എടുത്തിട്ടില്ല. എടുക്കണമെങ്കിൽ പ്രഭാഷ്, ഇത് ജെൻഡർ വൈസ് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളായിരിക്കും ഒരു പക്ഷേ കൂടുതൽ. കൂടുതലും സ്ത്രീകളാണ്. കൂടുതൽ സ്ത്രീകളാണ്. മെഴ്സിയാർ, ഇത് ശരിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഇത് UDF സർക്കാരിൻ്റെ ഒരു നയത്തിനോട് കിട്ടുന്ന ഒരു എൻഡോഴ്സ്മെൻ്റാണ്, ഒരു പോസിറ്റിവിറ്റി. അതെ. പക്ഷെ എന്നിട്ട് 34 ഉള്ളൂ. അവിടെ ഒരു LDF പറയുന്നത് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസനീയമല്ല. കാരണം അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. കാര്യം പിണറായി പറയുന്നത് പോലെ അല്ല യെച്ചൂരി പറയുന്നത്, അല്ലെങ്കിൽ യെച്ചൂരി പറയുന്നത് പോലെ അല്ല പിന്നെ പഴയ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അതൊക്കെ തമ്മിൽ കുറേ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഒരു ഇൻറ്റേർണലായിട്ട് അവർക്ക് ഒരുമിച്ചൊരു ഒരു ഐക്യത്തോടു കൂടി ഒരു മറുപടി പറയാനൊക്കാത്തതും കൂടി അവർക്കെതിരെ എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് ഇപ്പോൾ UDF-ൻ്റെ വോട്ടർമാർ കുറേ ഇതിനകത്ത് വന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ 6, 7, 8 തീയതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താകുമ്പം ഒരുപക്ഷെ കുറച്ചുകൂടി LDF-നോട് അനുകൂലിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിനെ ഏത് രീതിയിൽ കണ്ടു, അത് ഇരു നിലപാടും ശരി എന്നുള്ളതിനകത്ത് കുറേ കാണും. മുരുകൻ അല്ല, ഇതിനകത്ത് ഈ പേഴ്സൻറ്റേജ് വെച്ചിട്ടല്ല, യഥാർത്ഥത്തിൽ മദ്യനയം സംബന്ധിച്ച് എന്താണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഇപ്പം ഏറ്റവും ഒടുവിലെന്ന് വെച്ചാൽ നമ്മൾ ഈ പാവപ്പെട്ട ബാറുകാർക്ക്, പാവപ്പെട്ട ബാറുകാരാണെന്ന് പ്രത്യേകം കൊട്ടേഷൻ പറയണം. പാവപ്പെട്ട ബാറുകാർ രണ്ടാമത് വഞ്ചിക്കപ്പെട്ടു. എന്താണ്, എല്ലാവരും 4 സ്റ്റാറാക്കാൻ 5 സ്റ്റാറാക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ മുടക്കി വെള്ളത്തിലായി. 6 പേര് നമ്മൾ അറിയാം ഒരുപാട്. നയത്തിൽ UDF-ന് ആത്മാർത്ഥത ഉണ്ടായിരുന്നോ? ഇത് KPCC പ്രസിഡന്റിനെ കൊച്ചാക്കാൻ വേണ്ടി ഒരു തുണ്ടെടുത്തിട്ട് നയപരിപാടി വായിക്കണം, ഒരു മദ്യനയം ഉണ്ടാക്കണം. ശ്രീകുമാർ സാറ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ കാരണം വെച്ചാൽ ഒരു സർവേ എന്ന് പറയുമ്പോൾ ഒരു സമഗ്രതയുണ്ട്. എന്താ കാരണം വെച്ചാൽ അവർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അൻപോളം ക്വസ്റ്റ്യൻസ്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു പക്ഷേ ഇതിന്റെ ഉള്ളറകളിലേക്ക് പോയിട്ട് ചിന്തിച്ച് പറയുന്നവരല്ല ഈ സാമ്പിൾ. ശ്രീകുമാർ, ഇതിന്റെ ഈ ചോദ്യത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല പറഞ്ഞത്. പറഞ്ഞ മദ്യനയം വന്ന ഒരു രീതി തെറ്റല്ലേ? പിന്നെ അതിലല്ലോ ചോദ്യം. ഈ മദ്യനയം വന്ന രീതിയിൽ തരാറുണ്ടോ എന്നുള്ളതല്ലോ ചോദ്യം. ഒരുപക്ഷെ CM വിജയകുമാർ, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായില്ലെങ്കിൽ പോലും മീഡിയ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന്
സമർത്ഥിച്ചതിന്റെ ഒരു ഫലമാണോ? കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി മീഡിയ മാത്രമല്ല ശ്രീ മെഴ്സിയർ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ അയാൾ മെഴ്സിയർ അങ്ങനെ പറഞ്ഞത്. ചെയ്യാറില്ലാത്തതാണ് ഇവിടെ ഒരു നിലപാട് ദേശീയ തലത്തിൽ വേറെ അതൊന്നുമില്ല. LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ മദ്യനയം വളരെ വ്യക്തമാണ്. UDFന്റെ മദ്യനയം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്തതാണ്. അതാണ് അതുകൊണ്ട് തന്നെ ഈ സർവേയോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ആ ഒരു പ്രതികരണം വിജയകുമാർ പറഞ്ഞത് ശരിയല്ല. കാരണം ഇന്നൊരു CPI നേതാവ് സുധാകർ റെഡ്ഡി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാറുകൾ പൂട്ടിയ ബാറുകൾ തുറക്കൂല എന്ന് ഇപ്പൊ പറയില്ല. വരുന്ന സർക്കാർ ഉറച്ച നയം ഞാൻ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മീഡിയക്ക് കഴിഞ്ഞോ അതാണ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സുധാകർ റെഡ്ഡി കഴിഞ്ഞു. ഒരു വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. മീഡിയ കഴിഞ്ഞു. ആ കാര്യത്തിൽ വളരെ ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അത് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജേക്കബ് ജോർജ്, അതാണ് ഞാൻ പറയുന്നത്. അതായത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഇംപ്രഷനിലൂടെയാണ് ഒരുപക്ഷെ വോട്ടർമാർ സാമ്പിൾ പ്രവേശിക്കുന്നത്. അങ്ങൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അല്ല, പക്ഷേ ഈ കഴിഞ്ഞ കുറേ സർവേകൾ വന്നുവല്ലോ, ആ സർവേയിലൊന്നും മദ്യ നിരോധനം ഒരു വിഷയമായി, ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ വിഷയമായിട്ട് ജനങ്ങൾ എടുത്തിരുന്നില്ല. ഈ ഒരു സ്പെസിഫിക് ചോദ്യം വന്നുകൊണ്ട് മാത്രമാണ്. മദ്യ നിരോധനം എന്നുള്ള പ്രഖ്യാപനമല്ലല്ലോ, മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞോ ഇല്ലയോ, അല്ല മദ്യ അത് നോക്കിയാൽ ഇത് പരാജയമല്ലേ സർക്കാരിന്റെ നയം. യോജിക്കുന്നില്ല എന്നല്ലേ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ടതല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ താങ്കൾ വൈകി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വിഷയങ്ങളും ചോദ്യങ്ങളും കൈകാര്യം ചെയ്തു. അതിൽ ഒരു ചോദ്യം മാത്രമാണ്. അതാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ട സമയമായി. ഒരു പക്ഷേ എനിക്ക് ഞാൻ കുറച്ചുകൂടി SRSനോട് യോജിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് മീഡിയ സൃഷ്ടിച്ച കൺഫ്യൂഷൻ ഒരു പക്ഷേ അങ്ങനെയാണല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, CPI നേതാവിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദ്യത്തിന് ഉത്തരവായി പറഞ്ഞതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ഞാൻ ഒരു കാര്യത്തിലെങ്കിലും SRSനോട് യോജിക്കട്ടെ. അല്ല, യോജിച്ചോളൂ. എന്തായാലും ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുള്ള കാര്യം ശരിയാണ്. അത് എന്തുകൊണ്ട് കൺഫ്യൂഷൻ ആയി? പുതിയ ബാറുകൾ തുറക്കൂല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പുതിയ ബാറുകൾ തുറക്കൂല എന്ന് പറഞ്ഞില്ല. ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യത്തിൽ നമ്മളെയൊന്നും ബാധിക്കുന്നൊരു വിഷയമല്ല ഇത്. നവമാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ സജീവമായതിനെ എങ്ങനെ കാണുന്നു? അല്ലേ ബിബീഷ്, ഇതാണോ ആ ഒരു ചോദ്യം? ഒരല്പം കൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഈ ഒരു തെരഞ്ഞെടുപ്പിനാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നേതാക്കന്മാരുടെ പ്രചരണം കൂടുതൽ സജീവമായത്. ആ ഒരു അവസ്ഥയിൽ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ തുടങ്ങിയവരൊക്കെ സീനിയർ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫേസ്ബുക്കിൽ സജീവമായതിനെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടത്? അവരുടെ അഭിപ്രായം നല്ലതെന്നാണോ മോശപ്പെട്ടതെന്നാണോ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തിയ ഇതിൽ എത്ര പേർക്ക് നെറ്റുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്? അല്ല, അതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് ഉള്ളവർ വേണമെന്നുണ്ടോ? ഇല്ല. കാരണം അറിയോ? അല്ല, ഒരു സെക്കൻഡ്, അതിനകത്തൊരു ഒരു പക്ഷേ ഈ സർവേയുടെ ഒരു തന്നു എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഈ ഇന്റർനെറ്റിലുള്ള ആള് വേണമെന്നില്ല. നാളെ മനോരമയിലും മാതൃഭൂമിയിലും ഫേസ്ബുക്കിലൂടെ ചർച്ച നടന്നു എന്ന് അറിയുമ്പോൾ തന്നെ നവമാധ്യമങ്ങൾക്ക് ഒരു അത് വന്നു. അല്ല ബ്രിട്ടാസെ, അത് മാത്രമല്ല, കേരളത്തിലെ 90% ആൾക്കാർക്ക് മൊബൈലുണ്ട്. അതെ, മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു സാധനമാണ്. ഇതിപ്പോ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കണ്ട. ഇത് ഇവരുടെ കൗതുകത്തിന് വെച്ചൊരു ചോദ്യമാണ്. അത്ര വേറെ രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന കാരണത്താൽ രാഷ്ട്രീയ പ്രാധാന്യമില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ഒരുപക്ഷെ ഈ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിലേക്ക് പ്രവേശിക്കുന്നത്, നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സർവേയിലെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ഈ സർവേ ഞങ്ങൾ 3 മേഖലയായിട്ട് തിരിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ, അതാണ് നമ്മൾ നോർത്ത് എന്ന് പറയുന്നത്. അതിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ജില്ലകളാണ്. ഇതിൽ ഒരുപാട് 60 സീറ്റുകളുള്ള വടക്കൻ ജില്ലകളെ ആണ് ഞങ്ങൾ ആദ്യം ഒരു റീജിയനായിട്ട് തിരിച്ചിരിക്കുന്നത്. ബിബീഷ്, അതെന്താണ് അങ്ങനെ ഈ 6 ജില്ലകളുടെ പ്രത്യേകതയായിട്ട് താങ്കൾ കാണുന്നത് എന്താണ്? അതിൻ്റെ പ്രത്യേകതയ്ക്കപ്പുറത്തേക്ക് ഒന്നാം ഘട്ട സർവേയിലും നമ്മൾ ഇത്തരത്തിലൊരു തരംതിരിവ് നടത്തിയിരുന്നു. റീജിയണൽ വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് അതിൽ നിന്നും എത്രമാത്രം മാറ്റമുണ്ടായി, ഓരോ റീജിയണിലും ജനങ്ങൾ എങ്ങനെ മാറി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആ ചിന്തയോട് എങ്ങനെ ഒപ്പം നിൽക്കുകയാണോ, മാറ്റമുണ്ടോ എന്നറിയാനുള്ള ഒരു രീതി തന്നെയാണ് സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് ഈ 2ാം ഘട്ടത്തിലും നടത്തിയിരിക്കുന്നത്. ജേക്കബ് ജോർജ്, അതായത് മലബാർ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സവിശേഷതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കളം എന്ന് പറയാവുന്നത് മലബാറാണ്.
ഇപ്പം എൻ്റെ ഒരു അനുമാനത്തിൽ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർട്രസ് എന്ന് പറയുന്ന ഒരു പക്ഷേ മലബാറിൽ കിട്ടുന്ന സീറ്റുകളായിരിക്കും. വേറൊരു പ്രത്യേകത മാത്രം വരണമെന്നില്ല. വരണമെന്നില്ല, കറക്റ്റാണ്. അതിലെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ കോട്ടയും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പം മുസ്ലിം രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്, ഒരു പ്രദേശം കൂടിയാണ് ഇത്. കാസർഗോഡ് കൂടി കാസർഗോഡ് അത് മാത്രമല്ല BJPക്ക് സ്റ്റേക്സ് ഉണ്ട് അവിടെ. കാസർഗോഡ് അല്ല, മഞ്ചേശ്വരം, കാസർഗോഡ്, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്. ലെഫ്റ്റിനുണ്ട്, കോൺഗ്രസിനുണ്ട്, ലെഫ്റ്റിനുണ്ട്, കോൺഗ്രസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഒരുപക്ഷെ കോൺഗ്രസിലായിരിക്കും സ്റ്റേക്സ് അവിടെ കുറവ് കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ മെഴ്സിയാർ. ഈ സർവേ തന്നെ പറഞ്ഞ പോലെ BDJSന് പാലക്കാട് മാത്രമാണ് ഈ പറഞ്ഞ. അതെ, BDJSന്റെ ഒരു പ്രഭാവം അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ശ്രീ ശിവകുമാർ, താങ്കൾ 2 മാസക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയാലാണ്. മലബാറിൽ താങ്കൾ ഒരുപാട് ചകച്ചിട്ടുണ്ട് അല്ലേ? താങ്കൾക്ക് വലിയ പ്രതീക്ഷയാണോ മലബാറിൽ? തീർച്ചയായും. എന്താണ് മലബാറിൽ താങ്കൾ കാണുന്ന ഒരു പ്രതീക്ഷ? മലബാറിൽ ഒരു തരംഗം തന്നെ ഉണ്ട്. 60-ൽ എത്ര കിട്ടും? ശ്രീകുമാർ, ഈ മലബാർ പറഞ്ഞപ്പോൾ ഈ 6 ഡിസ്ട്രിക്ട് ഉൾപ്പെടെയുള്ള മലബാറാണോ? അല്ലല്ല, ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ. അല്ലല്ല, ഞാൻ പോയ സ്ഥലങ്ങളല്ല. കാസർഗോഡ് അല്ല, അത് വിട്ടു. 60 സീറ്റുകളിൽ താങ്കൾ ഇവിടെ എല്ലാം പോയി. 60 സീറ്റുകളിൽ എത്ര സീറ്റാണ് താങ്കൾ? അതിപ്പോ നമുക്ക് ഓരോ നിയോജകമണ്ഡലത്തിലെയും ഓരോ വ്യക്തികളെ എടുത്തു വെച്ചിട്ട് ഓർമ്മിപ്പിച്ചപ്പെട്ടു. എന്തായാലും താങ്കൾക്കൊരു അനുമാനം 60-ൽ എത്ര കിട്ടും? 60-ൽ ഭൂരിപക്ഷം സീറ്റ് എൽ ഡി എഫിന്. അല്ല, അത് ഭൂരിപക്ഷം എന്നുള്ളത് മുൻകാലത്തും ഭൂരിപക്ഷം തന്നെയായിരുന്നു. അത് അങ്ങനെയുള്ള ഭൂരിപക്ഷം അല്ല, എടുത്ത് മൃഗീയമായ 59 വരെ വേണം പോകാം. ഒന്ന് കുമാറിന്റെ പാർട്ടി കൊടുക്കണം. അത് കുമാർ അവിടെ കിട്ടുന്നതിനെ പറ്റി പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. ലീഗിന് കുറെ സീറ്റ് കൊടുക്കണ്ടേ? അത് കൊടുത്താലും ലീഗിന് കയ്യിലുള്ളത് 20 സീറ്റാ. അത്രയും കിട്ടൂല. അത് കിട്ടില്ല. അപ്പൊ അതും കുറയുകയാണ് ചെയ്യണത്. കുറഞ്ഞിട്ട് ഇതെല്ലാം ഗുണം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് പറയല്ല, LDFന് ഭയങ്കര മുൻതൂക്കമാണ് മലബാർ പ്രദേശം. അല്ല, രാഷ്ട്രീയമായിട്ട് പറയല്ല, ഇതായിട്ട് പറയല്ല. ഒരു സാധാരണ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഇത് വെച്ചിട്ട് പറയാം. എന്താണ് അത് നമ്മൾ വേണമെങ്കിൽ ഓരോ സ്ഥലത്തിന് മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രഭാഷ് വളരെ മാന്യമായിട്ടൊരു സെഫോളജിസ്റ്റിന്റെ ഭാഷയിൽ. ഓക്കെ, അടുത്ത് ഒരു പ്രഡിക്ഷന് വേണ്ടി ജേക്കബ് ജോർജ് 60-ൽ എത്ര കിട്ടും ലെഫ്റ്റിന്? 60-ൽ എനിക്ക് ആ പ്രഡിക്ഷൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് 20 സീറ്റ് എന്നുള്ളത് അപ്രാപ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. 20-ൽ നിന്ന് ഒരു 2-3 സീറ്റ് കുറച്ചാൽ ആ 3 സീറ്റ് കൂടെ ലെഫ്റ്റിന് കിട്ടും. അപ്പോൾ പിന്നീട് പ്രധാന പ്രശ്നം മുസ്ലിം വോട്ട്, മുസ്ലിം രാഷ്ട്രീയം, മുസ്ലിം വോട്ട്. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും, പക്ഷേ അതേ മുസൽമാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു പ്രത്യേക രാഷ്ട്രീയം ഈ 60 സീറ്റിൽ ഉണ്ടാവും. അപ്പൊ ജേക്കബ് ജോർജ് സംഖ്യ പറ. ജേക്കബ് ജോർജ്, എനിക്ക് ജേക്കബ് ജോർജിന് വലിയ വിശ്വാസമാണ്. താങ്കൾ പറഞ്ഞ സംഖ്യ എന്താണ്? സംഖ്യ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറയാൻ പോവാണ്. ഞാൻ വന്നതല്ലേ ഉള്ളൂ. റിസൾട്ട് പറയാൻ പോവാണ്. ഞാൻ വന്നതല്ലേ ഉള്ളൂ. മുരുകൻ സാർ, മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടച്ചോനാണ്. പറ മുരുകൻ. അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ കാലത്തും മലബാർ LDFന്റെ ഒരു ശക്തി കേന്ദ്രം. കൂടുതൽ വോട്ട് കൂടുതൽ സീറ്റ് അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭരണം തീരുമാനിക്കുന്നവരല്ല. മുരുകൻ അവിടെ ഒരു പ്രാദേശികത്വം കൊണ്ടുവന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ. എനിക്കിവിടെ വിശ്വാസം എനിക്ക് MS കുമാറിനെയാണ്. കുമാറെ, ഏറെക്കുറെ 60-ൽ എത്ര സീറ്റായിരിക്കും ഓരോ ഫോർമേഷനും കിട്ടുന്നത്? ഞാനത് പറയില്ല. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബാധ്യത ഞാൻ തന്നെ എടുക്കാം. സെന്റർ ഫോർ ലിറ്റററി സ്റ്റഡീസിന്റെ സൂചകങ്ങൾ പ്രകാരം 60 സീറ്റുകളുള്ള 6 ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന മലബാർ മേഖലയുടെ റിസൾട്ട് 60 സീറ്റിൽ LDFന് 37 മുതൽ 40 സീറ്റ് വരെ വരുന്നു. UDFന് 20 മുതൽ 23 വരെ. BJPക്ക് 0 മുതൽ 1 വരെ. ഇനി എന്താണ് ശതമാനം? അത് വളരെ പ്രധാനമാണ്. 45.1 LDFന്റെ ശതമാനം, UDFന്റെ 42.5. കുറവല്ല. ഒരുപക്ഷെ മലപ്പുറത്തിന്റെ ലീഗിന്റെ പ്രഭാവമായിരിക്കാം. BJP ഒരുപക്ഷെ മറ്റ് മേഖലയെ അപേക്ഷിച്ച് പിന്നോട്ട് എന്ന് വേണ്ടി പറയേണ്ടി വരും. 10.7, അതേഴ്സ് 1.7. ശ്രീ വിജയകുമാർ, താങ്കൾ തൃപ്തരാണോ? ഞാൻ ഈ മലബാർ മേഖലയിലെ ജില്ലകളുടെ കണക്കുകൾ കോൺസ്റ്റിറ്റ്യുവൻസി അടിസ്ഥാനത്തിലൊക്കെ നോക്കിയിട്ട്
ഒരു 38-നും 40-നും ഇടയ്ക്കുള്ള സാർ അത് കറക്റ്റാണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ താങ്കൾ ഇതിനോട് യോജിക്കുന്നു. അതിൻ്റെ കയ്യിലുണ്ട്. കണ്ടോ? കറക്റ്റാണ്. ഡോക്ടർ പ്രഭാഷ്? ഞാനും ഒരു 2/3. ജേക്കബ് ജോർജ് ഇതൊരു സ്വീകാര്യമായ ഫിഗറാണോ? ഇതൊരു റീസണബിൾ കണക്കാണ്. ഇത്രയും പേര് പറഞ്ഞാൽ മെഴ്സിയാർക്ക് ഒരിക്കലും നോന്ന് പറയാൻ പറ്റില്ല. അതാണ് മെഴ്സിയാറിന്റെ കാര്യം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പറയും. അപ്പം കോൺഗ്രസ് 0 ആവുമോ? ഇല്ല, 0 ആകണമെന്നില്ലല്ലോ. 20-23 കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 15 ചോദിച്ച ചോദ്യം കോൺഗ്രസ് മുസ്ലിം ലീഗിന് 17 സീറ്റ് കൊടുത്താൽ 17 സീറ്റ് കൊടുത്താൽ ബാക്കി 6 സീറ്റേ ഉള്ളത്. അതിൽ ജനതാദളുണ്ട്. അതാ ഞാൻ ചോദിക്കട്ടെ. അല്ലെ KP മോഹൻ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രമാത്രം ശരി? അതല്ലേ ജേക്കബ് ജോർജ് പറഞ്ഞു. രക്ഷപ്പെടില്ല. ജേക്കബ് ജോർജ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവിടെ മുസ്ലിം വോട്ട് എങ്ങോട്ട് KP പോകും? മോഹനൊന്നും രക്ഷപ്പെടില്ല. ഞാൻ വ്യക്തികളുടെ പേരല്ല പറഞ്ഞത്. കൂത്തുപറമ്പ് അല്ല മുരുകൻ 17 സീറ്റ് ലീഗിന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 17 കിട്ടണമെന്നുണ്ടോ? അല്ല എങ്കിൽ പിന്നെ തൂത്തുവാരുമല്ലോ. അല്ല 17 അല്ല ഞാൻ പറയുന്നത് വെച്ചാല് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായി കാണാവുന്നതാണ്. ഈ മലപ്പുറം ജില്ലയിൽ എല്ലാ തവണത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്. അത് കൃത്യമായി മലപ്പുറം ജില്ലയുടെ കണക്കുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും. മലപ്പുറത്ത് കൃത്യമായി 17 സീറ്റും മുസ്ലിം ലീഗ് ഇത്തവണ പിടിക്കുമോ എന്നുള്ള ഒരു മെഴ്സിയാർ ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാൻ ആ മേഖലയിൽ നിന്ന് ഒരാളായതുകൊണ്ട് പറയാണ്. ഒരു സെക്കൻഡ്. അല്ല എനിക്ക് ശ്രീ വിജയകുമാർ, ഞാൻ ഒരു അവതാരകന്റെ വേഷത്തിൽ നിന്ന് അല്പം മാറിയിട്ട് ഒരു പക്ഷേ ഒരു കണ്ണൂർ ജില്ലക്കാരെന്നല്ല ഞാൻ പറയട്ടെ. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് 5 സീറ്റോടെ ഉണ്ട്. 5 സീറ്റുകൾ ഇപ്പോൾ ആ 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ ശക്തമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. 5 സീറ്റുകളിൽ റിബൽസ് ഉണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റവും വലിയ അഗ്നിപരീക്ഷ നേരിടുന്നത് കോൺഗ്രസിന്റെ കോട്ടകൾ തന്നെയാണ്. ഇരിക്കൂർ പോലും ഒരുപക്ഷെ കോൺഗ്രസ്, ഞാൻ ആ മണ്ഡലക്കാരനായോണ്ട് പറയാണ്, കോൺഗ്രസിന്റെ വിജയത്തിന് മുകളിൽ ഒരു ചോദ്യചിഹ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുരുകൻ ഞാൻ പറയുന്നത്, കോൺഗ്രസ് ട്രഡീഷണലായി ജയിച്ചിരുന്ന തട്ടകങ്ങളിൽ വലിയൊരു വെല്ലുവിളി ഇക്കുറി സാധ്യമാകുന്നു. അതിന്റെ റിഫ്ലക്ഷൻ 4 റബലുകളുണ്ട്. മെഴ്സിയാർ റിബൽസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 28 കുറയാത്ത സീറ്റ് UDF കിട്ടും. 28 വലിയ വ്യത്യാസമൊന്നും പറയുന്നില്ല. ഒരു 4 സീറ്റ് വ്യത്യാസം. ഭരണത്തിൽ വന്നപ്പോൾ പോലും 37-38 ഓക്കെ, എന്തായിരുന്നു ഒരു പക്ഷേ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് മലബാറിൽ മുമ്പ് എന്തായിരുന്നു സിറ്റുവേഷൻ? 2011 LDF 28, UDF 32. അതിനർത്ഥം 4 സീറ്റ് UDF പോകുമെന്ന് മെഴ്സിയാർ സമ്മതിച്ചു. ഞാനത് പറഞ്ഞു ഫിഗർ പറഞ്ഞു. പക്ഷേ ആ ഫിഗറിൽ കയറി എക്സൈറ്റ് അങ്ങനെ പിടിച്ച് നിൽക്കണ്ട. ഞാൻ അതിൻ്റെ ഒരു ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. മെഴ്സിയാറെ, നമ്മൾ സൗഹൃദത്തിൽ പറയുന്നതല്ലേ? ഇത് സൗഹൃദമല്ലല്ലോ, ഇത് കാണുന്നതല്ലേ. ഒരു 4 സീറ്റ് വിജയകുമാറിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? എനിവേ, മെഴ്സിയാർ ഈ കണക്ഷൻ ശ്രദ്ധിച്ചിരുന്നില്ല നേരത്തെ. ഇനി ഇതാണ് 2016, അതായത് ഈ 32 എന്നുള്ളത് ഒരുപക്ഷെ 10ഓളം സീറ്റുകൾ UDF നഷ്ടപ്പെട്ടേക്കാമെന്നാണ് കാണുന്നത്. 10ഓളം സീറ്റുകൾ. അത് സാധ്യമാണോ ജേക്കബ് ജോ? അത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ആ ബെൽറ്റിൽ സാധ്യമാണ്. സാധ്യമാണ്. മുരുകൻ, സാധ്യമാണോ? മലബാറിൽ ശരിയായിരിക്കാം. കാരണം ബാക്കിയുള്ളവർ വരുമല്ലോ. വരും. ഓക്കെ, ഇനി എനിക്ക് കുമാറിനെ ഒന്ന് നോക്കണം. കുമാറിനെ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ് പോകുന്നത്? ഇതൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഇരുന്നുകൊണ്ട് BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചാനലിൽ കൂടെ പറയും തോന്നുന്നുണ്ടോ? അല്ല കുമാറെ, ഇത് നിങ്ങളുടെ സർവേയിൽ ഒരു ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എവിടെ മലബാറിൽ എത്ര സീറ്റുകൾ? അതല്ല, അങ്ങനെ സീറ്റിന്റെ എണ്ണമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതെന്താണ് മെഴ്സിയാർക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞുകൂടാ? മെഴ്സിയാറിന് പറയാം. പ്രതീക്ഷ ഉണ്ടല്ലോ. പ്രതീക്ഷ ഉണ്ടെന്ന് എത്ര സീറ്റ് ഇലക്ഷൻ 2 ദിവസം മുമ്പ് പറയൂ. BJPക്ക് പ്രതീക്ഷിക്കാനുള്ള വക മലബാറിലുണ്ടോ? ഇവിടെ 0 to 1 കാണുന്നത്. അതിനപ്പുറത്ത് കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കോൺഗ്രസും CPM-ഉം പ്രതീക്ഷിക്കുന്ന അത്രയും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് അർത്ഥം. മലബാറിൽ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മുരുകൻ, BJPക്ക് നമ്മൾ 1 വരെയാണ്, പരമാവധി 1. അതിനപ്പുറത്ത് നോക്കണം. BJP കഴിഞ്ഞ 25 വർഷമായിട്ട് 2ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, മഞ്ചേശ്വരം. കാസർഗോഡ് ഉണ്ട്. അവിടെയൊക്കെ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ ഇത്തവണയും വോട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത്തവണയും സംഭവിക്കും. എന്ത് സംഭവിക്കും? മാർക്സിസ്റ്റുകാർ വോട്ട് കൊടുക്കും ലീഗിന്. അത് പറയണം. വോട്ട് കൊടുക്കുക. ഈ മലബാറിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല. ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് പാലക്കാട് പറയില്ല. വിജയകുമാർ തറപ്പിച്ചങ്ങനെ പറഞ്ഞാൽ അവർ തീരുമാനം എടുത്തിരിക്കുന്നു അവർ ലീഗിന് വോട്ട് ചെയ്യാൻ. എനിക്ക് തർക്കമില്ല. മഞ്ചേശ്വരത്ത് CH കുഞ്ഞമ്പു വിജയിക്കും. അപ്പൊ ലീഗ് നിങ്ങൾക്ക് വോട്ട് ചെയ്യും. എത്ര രൂപ പന്തയുണ്ട്? എത്ര വേണം വെക്കാം? മുരുക, ഒരു
CS കുഞ്ഞമ്പു അല്ല, ഞാൻ പന്തയം വെക്കാനുള്ള മഞ്ചേശ്വരവും അല്ല, പാലക്കാടും പിടിക്കാൻ അത് പിടിക്കാൻ എന്താ പറ്റുക. പറയാ, ഇങ്ങനെ ഒരു ധാരണ ഒരു ഒരു സെക്കൻഡ് ഒരു അതായത് ധാരണ എന്ത് പന്തായിട്ട് തയ്യാറാണെന്ന് പറയുന്നു. അല്ലല്ല, ധാരണ എന്തെന്നറിയാം, ഇങ്ങനത്തെ സൗത്തിലും കിടക്കുകയല്ലേ, തിരിച്ചും വേണ്ടേ? ഒരൊറ്റ ചോദ്യം മുരുകനോട്. വേണ്ടേ? ഇവിടെ അതായത് CM വിജയകുമാർ മുരുകനോട് എത്ത് പന്തായത്തിനും തയ്യാറാണ്. പിടിക്ക്. ഞാൻ പന്തയം വയ്ക്കാൻ തയ്യാറല്ല. രാഷ്ട്രീയക്കാരോട് പന്തയം വയ്ക്കാൻ താല്പര്യമില്ല. രാഷ്ട്രീയക്കാരോട് അതൊരു കാര്യം ശ്രീകുമാറിനോട് അല്ല, ആകെ 2 സീറ്റാ പ്രതീക്ഷ. ഒന്ന് മഞ്ചേശ്വരം അല്ലെങ്കിൽ നോക്കാം. ഒരുപക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് BJPയുടെ സാധ്യതകൾ? ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ചർച്ച വന്നുകൊണ്ട് നമ്മൾ കാണിക്കുന്നതാണ്. അതായത് മഞ്ചേശ്വരം ഒരുപക്ഷെ എന്താണ് ജേക്കബ് ജോർജ് നോക്കുക. 2011 UDFന് 49,817 വോട്ട് കിട്ടിയപ്പോൾ BJPക്ക് 43,989 കിട്ടി, 2ാം സ്ഥാനത്ത് വന്നു. LDF 35,000. ആ 35,000 സ്ഥാനത്താണ് ഇപ്പോൾ CH കുഞ്ഞമ്പു ജയിക്കുമെന്ന് CM വിജയകുമാർ പറയും. പന്തായം പിടിക്കാനുള്ള വെല്ലുവിളി ഉയർത്തി ഇപ്പോൾ മുരുകൻ പിൻവാങ്ങുകയും ചെയ്തു. മുരുകൻ പിൻവാങ്ങുകയും ചെയ്തു. അവിടെ ലീഗ് തന്നെ ജയിക്കും. അതിനകത്ത് ഒരു കൗതുകകരമായ കാര്യമുണ്ട്. അപ്പോൾ സിറ്റിംഗ് MLA ആണ് LDFന്റെ സ്ഥാനാർത്ഥി, ഈ പറഞ്ഞ CH കുഞ്ഞമ്പു. ഓക്കെ, അടുത്ത് 35,000 വോട്ട് വാങ്ങും. അടുത്ത് CM വിജയകുമാർ നോക്കൂ. ലോക്സഭയിൽ വന്നപ്പോഴും 52,000 വോട്ട് UDFനും 46,000 വോട്ട് BJPക്കും. LDF അവിടെ പിന്നോട്ട് പോയി. ഇനി 2015 തദ്ദേശം 49,000 വോട്ട് UDFനും 43,342 BJPക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് BJP 2ാം സ്ഥാനമാണ്. പക്ഷെ മുരുകൻ പറഞ്ഞാല് 1ാം സ്ഥാനത്തേക്ക് എവിടെയും കയറുന്നില്ല. കേറാത്തത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യുന്നോണ്ടാണ്. അങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് കിട്ടുന്ന സീറ്റ് കുമാറെ? ആർക്ക്? BJPക്ക്. അല്ലെന്നേ, അതിപ്പോ ഇപ്രാവശ്യം അവർ രണ്ടാളും യോജിച്ചാലും രണ്ടാളും യോജിച്ചാലും ജയിക്കാൻ പറ്റുന്ന വോട്ട് ഷെയർ ഞങ്ങൾക്ക് പല ഘടകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഓരോ തെരഞ്ഞെടുപ്പും ഓരോന്നാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ. ഇപ്പോ പിന്നെ മഞ്ചേശ്വരത്ത് പിന്നെ BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് K സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ പഴയ സുരേന്ദ്രൻ അല്ല. ഇപ്പോൾ അവിടെ ഈ ഇലക്ഷനിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ശേഷം പരിഭാഷയുടെ നെഗറ്റീവ് ഫാക്ടേഴ്സ്. നേരെ മറിച്ച് സുരേന്ദ്രൻ അല്ലാതെ ശ്രദ്ധിക്കുക, സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു BJP കാൻഡിഡേറ്റ് പ്രാദേശികമായിട്ട് അവിടെയുള്ള ആളുകൾ ആരെങ്കിലും മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാറ്റം വന്നേനെ. സുരേന്ദ്രന് വോട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കേരളം ഉറ്റുനോക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. വളരെ ക്ലിയർ അല്ലേ? കോൺസിസ്റ്റന്റ് ആയിട്ട് UDF പിന്നെ ഒരേപോലെ പോവുകയല്ലേ? CH കുഞ്ഞമ്പു ജയിക്കുന്ന അദ്ദേഹം പരസ്യമായിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ ബാധ്യത. പന്തായം പിടിക്കാൻ തയ്യാറാണ്. ഒരു കാര്യമില്ല. ആ ഡിഫറൻസ് കണ്ടില്ലേ? 13,000 ഡിഫറൻസ്. ഒരു പന്തായത്തിന് സാധ്യതയുണ്ടോ? സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. CH കുഞ്ഞുമ്പു തള്ളിക്കളയുന്നില്ല. അടുത്തത് പറയും. സുരേന്ദ്രനായതുകൊണ്ട് അവിടെ ഒരുപാട് എന്തൊക്കെയോ ദോഷം സംഭവിക്കുന്നതാണ് ശ്രീ വിജയകുമാർ പറയുന്നത്. മത്സരരംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പഴയ സുരേന്ദ്രൻ അല്ല എന്ന് പറയുന്നത്. അല്ല, അതെങ്ങനെ അത് പറയാൻ സാധിക്കുന്നത്? ഈ ചർച്ചയിൽ ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞൂടെ? അത്ര എതിർപ്പ് പരസ്യമായി വന്ന കാര്യമാണ്. വ്യക്തിപരമായ ഒരു അടുത്തത് ഇനി BJP. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്ക് വളരെ താല്പര്യം ഉണ്ടാവും മറ്റു മണ്ഡലങ്ങള്. അടുത്തത് കാസർഗോഡ് കുമാർ ഉന്നം വെക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. എന്താണ് നോക്ക്. അവിടെയും BJP കൺസിസ്റ്റന്റ് ആയിട്ട് നോക്ക്. ഒരു 10,000-ലേറെ വോട്ടുകൾക്ക് പുറകിലാണ് എപ്പോഴും UDF. നോക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ LDFന്റെ വോട്ട് ഷെയർ നോക്കൂ, അതവിടെ പോകുന്നു. അതെ, അതിനർത്ഥം എന്ന് പറഞ്ഞാല് 2011 മെഴ്സിയാറിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, 2014 മെഴ്സിയാർ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, 2015 മെഴ്സിയാറെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മാറ്റം മുരുകൻ ഇവിടെ ഉണ്ടാവുമോ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. സംശയമില്ല. ഡോക്ടർ ലാൽ എന്തെങ്കിലും വ്യത്യാസം കാണുമോ? അല്ല, അതെ, വോട്ട് ചെയ്ത് പഠിച്ചവരാണ് അവർ. അവരെ പഠിപ്പിക്കണ്ട. ഇവിടെ CM വിജയകുമാർ ഒരു പഞ്ചായത്തിന് തയ്യാറാണോ? അല്ല, ഈ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് മഞ്ചേശ്വരത്തിന്റെ കാര്യമാണ്. 2006 കൂടെ കണക്കെടുക്കേണ്ടത്. 2006 LDF ജയിച്ചു. ഇതിൽ LDF ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഓക്കെ, ഡോക്ടർ പ്രഭാഷ്, ഈ 2 മണ്ഡലങ്ങളാണ് കാസർഗോഡ് അതായത് MS കുമാറിന്റെ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ചിത്രം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് സാധനം തന്നത്. ഇനി അടുത്തത് കുമാറിന്റെ പാർട്ടി പ്രതീക്ഷിക്കുന്ന പാലക്കാട്. എന്താണ് സ്ഥിതി നോക്കാം. കുമാരൻ നോക്കിക്കോളാം. പാലക്കാട് നോക്കുക.
2011 UDF 47,000, LDF 40,000, BJP 22,000. ലോക്സഭയിൽ UDF 37,000, LDF 45,000, BJP 25,000. 2015 പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്ന ഒരവസ്ഥയിൽ എന്ത് സംഭവിച്ചു നോക്കുക. UDF 45,000, LDF 39,000, BJP 35,000. കുമാർ വേദിക്കൂ. കുമാറിന് ശോഭാ സുരേന്ദ്രന് അത്ര താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടായിരിക്കും മിണ്ടാണ്ടിരിക്കുന്നത്. പറ കുമാർ, കാര്യം പറ കുമാർ പറ. പാലക്കാട് പാലക്കാട് വിജയ പ്രതീക്ഷ പൂർണ്ണമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് BJP. ജേക്കബേ, ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ BDJSന്റെ വോട്ടും കൂടെ നോക്കണം. BDJSന്റെ വോട്ട് തദ്ദേശ സ്വയംഭരണത്തിലുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടിലും വർദ്ധിത വീര്യത്തോടു കൂടിയാണ് BDJS നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. മെഴ്സിയാർ, അവിടുത്തെ പോരാട്ടം അത് കോൺസിസ്റ്റന്റ് ആണ്. UDF ജയിക്കും. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും അല്ല, അത് മറ്റ് രണ്ട് സ്ഥലത്തെ ഉള്ള ഒരു മാത്രമല്ല അവിടുത്തെ മറ്റ് രണ്ട് സ്ഥലത്തെ കട ഇവിടെ വീട്ടും. മാത്രമല്ല മുരുകൻ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഏറ്റവും വലിയ കണ്ടസ്റ്റ്, അതായത് ഷാഫി, NN കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, 3 വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. 3 പ്രധാന വളരെ പോപ്പുലർ ആണ്. NN കൃഷ്ണദാസ് അവിടുത്തെ 4 ടേം MP ആണ്. NN കൃഷ്ണദാസിന് കോൺട്രിബ്യൂഷൻസ് ഇല്ല. ഷാഫിക്ക് അല്ല, ഐ മീൻ നോട്ട് പൊളിറ്റിക്കൽ. നോ, ഹി വാസ് എ അതല്ല പൊളിറ്റിക്കൽ അല്ല, അയാൾ 4 വർഷം 4 പ്രാവശ്യം MP ആയിരുന്നു. അതെ, ഞാൻ ഈ റീസൺ ആയിട്ടല്ല ഞാൻ പറയാ. ഈ പിന്നെ എന്തിനു പറയുക, ഒരു സെക്കൻഡ്, തോമസ് ഐസക് പോലും പരസ്യമായി പറഞ്ഞതാണ് കോൺഗ്രസിലെ യുവ MLA-മാരെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. ഓക്കെ, നമുക്ക് ശ്രീ മെഴ്സിയാർ, അപ്പൊ പാലക്കാട് MS കുമാർ പ്രതീക്ഷ വെച്ച് പുറത്തുന്നുണ്ടെങ്കിൽ പോലും അതിനോട് യോജിക്കുന്നവരല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും. മുരുകൻ ഒരുപക്ഷെ MS കുമാറിനോട് യോജിച്ചു. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. മറ്റ് രണ്ട് സ്ഥലത്തും തിരിച്ചു ചെയ്യുന്നതിന് ഇവിടെ അതിന് പകരം കട ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ LDF ആണ് ജയിക്കാൻ സാധ്യതയെങ്കിൽ LDF ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, LDF ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് മുരുകൻ പറയുന്നു.